സ്തോത്രം 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 ഹല്ലേലൂയാ സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, ഇന്ന് വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രകാരം ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തികൾ ഈ പേജിലൂടെ ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കഴിഞ്ഞൊരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ ഹല്ലേലൂയ, ഈ പകൽക്കാലം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ദൈവത്തിന് നന്ദി കരയേറ്റാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങൊരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടണം. അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും രക്ഷയ്ക്കും കാരണമായി തീരണം. കർത്തദാസി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ധാരാളമായി അനുഗ്രഹിക്കണമേ. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുവാൻ കൃപ ചെയ്യുമാറാകണം. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കണം. സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ കൃപ ചെയ്യുമാറാണ്. കേൾപ്പാൻ ജനത്തെ ഒരുക്കണം. കേൾക്കുന്നവർക്ക് വിടുതലും ആശ്വാസം അനുഗ്രഹമാകണം കർത്താവെ. വിഷയങ്ങൾ വിടുതലുകൾ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കുന്നതിനായി യേശുവിന്റെ നാമത്തിൽ ധൈര്യീകരിക്കുന്നു. ഹല്ലേലൂയ. നെറ്റ്വർക്ക് ലൈറ്റ് എല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. ദൂതന്മാർ ഇവിടെ കാവലിനായി ഇറങ്ങണം. ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണം. പ്രാർത്ഥന ഇട്ടിക്കാല സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, ദൈവം നമ്മൾക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നാം നന്ദി കരയേറ്റുന്നവരായി തീരാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിന് എത്ര നന്ദി കരയേറ്റിയാലും മതിയാവുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവശ്യങ്ങളുടെ മധ്യത്തിൽ കൂടെയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആഹാരം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മെയും പോറ്റി പുലർത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ നാം ദൈവസന്നിധാനത്തിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തിക്കായി ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മോശ മുഖാന്തരം അടിമ വീട്ടിൽ അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ, ഫറവോൻ്റെ അവസ്ഥയിൽ, മിസ്രയീമ്യരുടെ അവസ്ഥയിൽ ഹല്ലേലൂയ ഇരുന്ന ദൈവജനത്തെ വിടുവിക്കുവാനായി മോശ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഹല്ലേലൂയ മോശയോട് ഹല്ലേലൂയ ദൈവം സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിഞ്ഞത്. എന്താണ്? അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ദൈവം മോശയോട് സംസാരിക്കുകയാണ്. നീ ഇസ്രായേൽ മക്കളോട് ഹല്ലേലൂയ ഫറവോൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മിസ്രയീം ദേശത്തായിരിക്കുന്ന ജനത്തോട് നീ പറയണം, ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ
കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് പറയണം, ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. യഹോവയാകുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, യഹോവ എന്ന നാമത്തിന് വളരെ പ്രാധാന്യമുള്ള നാമമാണ്. ഹല്ലേലൂയ. യഹൂദന്മാർ ഹല്ലേലൂയ യഹോവ എന്ന നാമം അത് ഹല്ലേലൂയ ഉച്ചരിക്കുന്നത് വളരെ ഭയത്തോടും വളരെ ഭക്തിയോടുമാണ് യഹോവ എന്ന നാമം ഉച്ചരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നാമത്തിൻ്റെ അർത്ഥം ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ വിടുവിക്കുന്നവനാണ്, ഞാൻ ശക്തീകരിക്കുന്നവനാണ്, ഞാൻ ബലപ്പെടുത്തുന്നവനാണ്, ഞാൻ യഹോവയാകുന്നു. ഹല്ലേലൂയ. എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും, എനിക്കല്ലാതെ വേറെ ആർക്കും ഒന്നും പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആ നാമം ശാശ്വതമായ നാമമാണ്. സ്തോത്രം. യഹോവ എന്ന നാമം ഹല്ലേലൂയ എന്നേക്കും നിലനിൽക്കുന്ന നാമം. ആ നാമം ശാശ്വതമായ നാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ നാമം ഹല്ലേലൂയ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്തവനായി, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി, ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്യുന്ന ദൈവം അത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യഹോവ ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശാശ്വതമായ നാമമാണ്. ഹല്ലേലൂയ. യഹൂദന്മാർ വളരെ ഭയത്തോടെയാണ് ഈ നാമം ഉച്ചരിച്ചിരുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ നാമമായതിനാൽ ആ യഹോവ എന്ന് വിളിക്കാതെ അവർ അഡോണായി എന്ന് വിളിക്കുന്നതായ അവസരവും ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ കുറച്ചു മാത്രമേ യഹോവ എന്ന് വിളിക്കുകയും അതിന് പകരമായിട്ട് അഡോണായി എന്നായിരുന്നു ഈ നാമത്തെ അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മോശയോട് പറയുകയാണ്, ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് ചെന്നിട്ട് എന്നെ ഹല്ലേലൂയ അവിടെ പരിചയപ്പെടുത്തണം. ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഞാൻ യഹോവയാകുന്നു, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്നത് പോലെ വേറെ ആർക്കും ചെയ്യുവാൻ കഴിയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. ഇവിടെ ആ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ പറയുന്നത്, യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കൊണ്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ തൻ്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോനോട് പറയേണ്ടത് ഹല്ലേലൂയ മോശയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഹല്ലേലൂയ. ഞാൻ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഞാൻ യഹോവയാകുന്നു. ആരുടെ? ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി അവർക്ക് വേണ്ടി വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിനോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഹല്ലേലൂയ ആ സർവശക്തനായ ദൈവം, സർവശക്തിയുള്ള ദൈവം അരുളി ചെയ്തപ്പോൾ അബ്രഹാം പുറപ്പെടുവാൻ തയ്യാറായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സർവശക്തിയുള്ള ദൈവമായിട്ടാണ് പ്രത്യക്ഷനായത്. സ്തോത്രം. ഹല്ലേലൂയ. അവരെ അവിടെ നിന്ന് പുറപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി സർവശക്തിയുള്ള പ്രവൃത്തിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ഏതെല്ലാം പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു, എന്നാൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവം അബ്രഹാമിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സകലത്തെയും വിട്ട് യാത്രയായപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയം വെച്ചതിനാൽ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചതിനാൽ ഹല്ലേലൂയ അത് നീതിയായി കണക്കിട്ടുകൊണ്ട് അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ചു. അതേ ദൈവം ഇസഹാക്കിന് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ വിതച്ചു. ഹല്ലേലൂയ. ആ ആണ്ടിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് 100 മേനിയാണ് ദൈവം വിളവ് കൊടുത്തത്. ക്ഷാമകാലത്ത്. സ്തോത്രം. ഹല്ലേലൂയ. സാധ്യതകളില്ല. ഹല്ലേലൂയ. ഈ ക്ഷാമകാലത്ത് ഹല്ലേലൂയ വിതച്ചാൽ ആർക്കും നല്ല വിളവ് ലഭിക്കാറില്ല. ഹല്ലേലൂയ. അപ്രകാരം സാധ്യതകൾ ഒന്നുമില്ലാത്ത
ഇല്ലാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ ഇസഹാക്ക് വിതച്ചപ്പോൾ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഇസഹാക്കിന്റെ ഹല്ലേലൂയ പ്രതീക്ഷകൾ അറ്റുപോയ സ്ഥാനത്തെ, സാധ്യതകളില്ലാത്ത സ്ഥാനത്തെ, ആരും ചെയ്യാത്തതായ കാര്യം ചെയ്യുവാനായി ഇസഹാക്ക് തിരിഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആ ക്ഷാമകാലത്ത് ഹല്ലേലൂയ 100 മേനി ഹല്ലേലൂയായി വിളവ് കൊടുക്കത്തക്ക നിലയിൽ സർവശക്തനായ ദൈവം ഇസഹാക്കിന് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം. അതേ ദൈവം യാക്കോബിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ സഹോദരനായ ഏശാവിനെ ഭയന്ന് ഓടി ലാബാന്റെ ഭവനത്തിൽ താമസിച്ചതിന് ശേഷം തിരികെ ഭാര്യമാരും മക്കളുമായി ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഏശാവിനെ നേരിടേണ്ടത്, സഹോദരനായ ഏശാവിനെ നേരിടേണ്ട ആ സമയത്ത് ഹല്ലേലൂയ യാബോക്ക് നദീതീരത്ത് മല്ല് പിടിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ ഒരു പുരുഷനോട് ഉഷസ് വരെ ആ പുരുഷൻ ആരെന്നറിയാതെ മല്ല് പിടിക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. മല്ല് പിടിക്കുന്നു. ഹല്ലേലൂയ ആരെന്നറിയാതെ മല്ല് പിടിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ നിന്റെ പേര് എന്തേന്ന് ചോദിച്ചപ്പോൾ യാക്കോബേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലായി തീരുമെന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവിടെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ മല്ല് പിടിക്കുവാൻ തയ്യാറാകുമ്പോൾ, പ്രാർത്ഥനയിൽ നാം മുന്നേറുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിഷയങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥന ഉയർത്തുവാൻ തയ്യാറാകുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ നാമും ദൈവവുമായുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. ഒന്ന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വിഷയങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവപാദപീഠത്തിലേക്ക് ഇരിക്കുവാൻ, ഒന്ന് മല്ല് പിടിക്കുവാൻ, ഒരു പ്രാർത്ഥനയിലേക്ക് ഇറങ്ങുവാൻ, ഒരു ഹല്ലേലൂയ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു യോദ്ധാവ് ശ്രദ്ധയോടെ യുദ്ധത്തിനായി ഹല്ലേലൂയ ശത്രുവിനെ നേരിടുവാനായി അതീവ ശ്രദ്ധാലുവായി ഇരിക്കുന്നത് പോലെ നാം പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നമ്മുടെ വിഷയവുമായി അതീവ ശ്രദ്ധാലുക്കളായി ദൈവപാദപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറാകുന്നുവോ? എവിടെയാണ് മറുപടി ലഭിക്കാത്തത്? എവിടെയാണ് ഉത്തരം ലഭിക്കാത്തത്? ഇന്ന് വരെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് വിജയം ലഭിക്കാത്തത്? അവിടെ ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായത് സർവശക്തനായ ദൈവമായിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ സർവശക്തനായ ദൈവമായിട്ട് അവർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ പ്രത്യക്ഷനാകുന്നത് ഹല്ലേലൂയ യഹോവ എന്ന നാമത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ യഹോവ എന്ന നാമത്തിൻ്റെ അർത്ഥം ഞാനാകുന്നവൻ, ഞാനാകുന്നു. ഹല്ലേലൂയ ഞാനാകുന്നു, ഒരു മാറ്റവുമില്ല. സർവശക്തനായ ദൈവമാണ്, ശാശ്വത നാമമാണ്. ആ നാമത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്ര. ഞാനാകുന്നവൻ ഞാനാകുമ്പോൾ എൻ്റെ പ്രവൃത്തിയും ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ പ്രകാരം ചെയ്യുന്നു അതുപോലെ ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടിട്ടില്ല. സ്തോത്രം. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരുന്നു. ഹല്ലേലൂയ മിസ്രൈമ്യർ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ അവർക്ക് കനാൻ ദേശം കൊടുക്കാമെന്ന്
വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ആ ദേശത്ത് അവർ പ്രവേശിക്കുവാനായിട്ട് ഒരു നിയമവും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ശത്രുക്കളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, ശത്രുക്കളുടെ മധ്യത്തിൽ മേശയൊരുക്കുന്ന ദൈവം, ശത്രുക്കളുടെ മധ്യത്തിൽ അത്ഭുതകരമായി നടത്തുന്ന ദൈവം ഞാനാകുന്നവൻ, ഞാനാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഇന്നും ഹല്ലേലൂയ അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. എന്നാൽ എവിടെയോ ഊഴിയവേലയുടേതായ അവസ്ഥ, ഹല്ലേലൂയ അടിമത്തത്തിൻ്റെതായ അവസ്ഥ, ഒരിക്കലും വിടുതലില്ലാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ ഇപ്രകാരമായിരിക്കുന്ന ജനത്തോടാണ് പറയുന്നത്. ഹല്ലേലൂയ, ഞാൻ അവരെ അടിമയിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഏത് പ്രതിസന്ധിയിലൂടെ, കരച്ചിലോടെ, വിലാപത്തോടെ, ദുഃഖത്തോടെ, കണ്ണുനീരിൻ്റെ അവസ്ഥയോടെ ആയിരിക്കുന്നു, വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടെടുക്കുന്ന ദൈവമാണ്, വീണ്ടെടുക്കുന്ന ദൈവമാണ്. ഒരു ഭുജമുണ്ട്, വീണ്ടെടുക്കുന്ന ഒരു ഭുജമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഭുജത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. സ്തോത്രം. നീട്ടിയിരിക്കുന്ന ഭുജം. ഹല്ലേലൂയ. ദൈവം തൻ്റെ കരം നമുക്ക് വേണ്ടി നീട്ടിയോ ആ കരത്തെ തടയുവാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവം തൻ്റെ കരം നീട്ടിയോ, സ്തോത്രം, ഹല്ലേലൂയ, ആ കരം അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്. ദൈവം നീട്ടിയ കരം ഹല്ലേലൂയ വിടുതലിനെ കൊണ്ടുവരുന്ന കരമാണ്. സ്തോത്രം. ദൈവം നീട്ടിയ കരം ഹല്ലേലൂയ സൗഖ്യം നൽകുന്ന കരമാണ്. ദൈവത്തിൻ്റെ കരം ആശ്വാസമായി വെളിപ്പെടുന്ന കരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കരം പോലെയല്ല. സ്തോത്ര. ആ പ്രവർത്തിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. ആ കരം ഹല്ലേലൂയ നമ്മെ ഒന്ന് തൊടുമ്പോൾ ഹല്ലേലൂയ അത് അത്ഭുതമായി, വിടുതലായി, ഹല്ലേലൂയ സൗഖ്യമായി, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നന്മയായി, അനുഗ്രഹമായ ആ കരം വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട്, സ്തോത്ര, ഇസ്രായേൽ മക്കളോട് പറയാണ്, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. ശത്രുവിന് ശിക്ഷ കൊടുക്കുകയും ദൈവജനത്തെ വിടുവിക്കുകയും ചെയ്യുവാൻ ദൈവം സർവശക്തനാണ്. പേര്, നാമം യഹോവ. ഞാൻ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യഹോവയാകുന്നു. ഹല്ലേലൂയ. എന്നെ പോലെ വേറൊരു ദൈവവുമില്ല. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുമ്പോൾ അല്ലെ നീട്ടുന്നതായ ഒരു കരമുണ്ട് തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട്. ഒരിടത്ത് ഹല്ലേലൂയ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം തൻ്റെ കരം നീട്ടുമ്പോൾ മറുസ്ഥാനത്തെ ശത്രുവിന് വേണ്ടി ആ കരം ഹല്ലേലൂയ പ്രതികൂലമായിരിക്കും. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് നീട്ടുന്ന കരം അനുകൂലമായിരിക്കുമ്പോൾ അവർ ആയിരിക്കുന്ന പ്രശ്നങ്ങളിൽ അവരെ പുറത്തു കൊണ്ടുവരുവാൻ അനായ കരം നീട്ടുമ്പോൾ ഹല്ലേലൂയ ശത്രുവിനത് പ്രതികൂലമായി, പ്രതിസന്ധിയായി മാറുക തന്നെ ചെയ്യും. സ്തോത്രം. എന്നും അടിമത്തത്തിൽ, ശത്രുവിൻ്റെ അടിമത്തത്തിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നും ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ദുഃഖിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അതിനൊരു കാലമുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്നതായ ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നതായ ഒരു സമയവുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം ഒന്ന് കാത്തിരിക്കണം. ഹല്ലേലൂയ. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുവീൻ. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാകുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നാം താണിരിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഉയർച്ച വരികയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിൽ പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നും തന്നെയില്ല. നമ്മുടെ പുകഴ്ചയും നമ്മുടെ പ്രശംസയും എല്ലാം ദൈവമായിരിക്കണം. കാൽവരി ക്രൂശിൽ നമുക്ക്
നമുക്കായി ഹല്ലേലൂയ ജീവൻ അർപ്പിച്ച ആ ക്രൂശായിരിക്കണം നമ്മുടെ പ്രശംസയും പുകഴ്ചയും ഒക്കെ. സ്തോത്രം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ഉയർത്തുന്ന ദൈവമാണ്. യാക്കോബ് ഹല്ലേലൂയ മല്ല് പിടിച്ചതുപോലെ ഈ ദിവസങ്ങൾ വിഷയങ്ങളുടെ മധ്യത്തിൽ മല്ല് പിടിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ മാന്യത തന്ന് ഹല്ലേലൂയ ഏത് സാഹചര്യത്തിൽ ഏത് വിഷയത്തിൽ മാന്യതയില്ലാതെ നിന്ദിതരായി തീർന്നുവോ അപമാനിതരായി തീർന്നുവോ അതേ വിഷയത്തിൽ തന്നെ മാന്യത നൽകി ഹല്ലേലൂയ ആ നിന്ദിച്ചവരുടെ മധ്യത്തിലൂടെ നടത്തുന്ന ഒരു ദൈവമാണ്. ആ കരത്തിൽ താണിരിക്കണം. സ്തോത്രം. ഉയർച്ച വേണമോ താഴുന്നവരായി തീരണം. സ്തോത്രം. നമ്മെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം താണിരിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ദൈവഹിതം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനാൽ ആ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഒന്നുകൂടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് താണിരിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. നിശ്ചയമായും ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ചയല്ല, ഉയർച്ച തന്നെ നൽകി മാനിക്കുവാൻ അവൻ സർവശക്തനാണ്. ഇവിടെ ഹല്ലേലൂയ നാം നോക്കുമ്പോൾ സ്തോത്രം ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോടും പറയുവാനായി പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവമായിരിക്കും. സ്തോത്രം. നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? സമയങ്ങൾ ദൈവത്തോട് അടുത്തിരിക്കുകയും കാര്യം സാധിച്ചതിന് ശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണോ? അതോ ദൈവത്തോട് കൂടെ എൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധാനത്തിൽ താണിരിക്കുന്നവരാണോ? സ്തോത്ര. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, അവർ എനിക്ക് ജനമായിരിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രയീമ്യരുടെ ഊരിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. സ്തോത്രം. ഹല്ലേലൂയ. അറിയത്തക്ക നിലയിൽ ഹല്ലേലൂയ എന്താണ് അടിമത്തത്തിൻ്റെ അവസ്ഥ, ശത്രുവിൻ്റെ അവസ്ഥ? ഹല്ലേലൂയ. ആ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ശത്രു ബന്ധിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ദൈവമെന്ന് അറിയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് അറിയത്തക്ക നിലയിൽ ദൈവത്തോട് ഒന്നുകൂടെ ഒന്ന് അടുത്തു വരുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവപാദപീഠത്തിൽ ഹല്ലേലൂയ ഒന്നിരിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ തയ്യാറാകുമ്പോൾ സ്തോത്ര ദൈവം പ്രവർത്തിച്ചു എന്ന് അറിയത്തക്ക നിലയുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നിങ്ങൾ അറിയും നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു, നിങ്ങളെ ഉദ്ധരിക്കുന്ന മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. സ്തോത്രം. ഇന്നും നമ്മോട് പറയുന്നത് ശത്രുവിൻ്റെ അടിമത്തത്തിലാണോ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഏത് ഹല്ലേലൂയ സാഹചര്യത്തിൽ നിന്നാണ് കയറുവാൻ കഴിയാതെ ആയിരിക്കുന്നത്? അവിടുന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അത് നാം അറിയുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തിന് നീക്കുപോക്ക് നൽകുന്ന ദൈവം, ഉദ്ധാരണവും വിടുതലും നൽകുന്ന ദൈവം, ഹല്ലേലൂയ മാനിക്കുന്ന ദൈവം, ഹല്ലേലൂയ ആ ദൈവം ഹല്ലേലൂയ എന്ന് അറിയത്തക്ക നിലയിലുള്ള ദൈവ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി നാം നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ ദൈവപാദപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവഹിതത്ത് പ്രകാരം നാം ജീവിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിന് നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു.
സ്തോത്രം ഹല്ലേലൂയ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത് ആ ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ നാമം ഹല്ലേലൂയ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഹല്ലേലൂയ നമുക്കൊരു നിത്യതയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ ആ നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ട് നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ ഈ ലോകത്തിൽ അല്പസ്വല്പം ഹല്ലേലൂയ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ കടന്നു വന്നാലും പ്രിയമുള്ളവരെ നാമം ഹല്ലേലൂയ നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ആ സ്വർഗീയ കനാനിൽ പ്രവേശിക്കുന്നവരായി തീരണം. അതിനായി നമ്മെ ഒന്ന് ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നമ്മെ ഒന്ന് പണിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ ഒന്ന് ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ നാം മുന്നേറുന്നവരായി തീരണം. സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം വിടുവിക്കുന്ന കരമാണ്. സ്തോത്രം ദൈവത്തിൻ്റെ കരം വിടുവിക്കുന്ന കരമാണ്. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത ഒന്നേ, അത് വിടുവിക്കുന്ന കരമാണ്. സ്തോത്രം ഹല്ലേലൂയ ആ ഭുജം വിടുവിക്കുന്ന ഭുജമാണ്. സ്തോത്രം ഹല്ലേലൂയ നീട്ടിയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം നീട്ടുമ്പോൾ അത് നമുക്ക് അനുകൂലമായി വരുന്നു. ശത്രുവിനെ അത് പ്രതികൂലമാക്കിക്കൊണ്ട് ഹല്ലേലൂയ തൻ്റെ ജനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ രാവിലെ ഈ വൈകിയ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ നീട്ടിയ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ ആ കരം നമ്മെ പിടിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ മുങ്ങിപ്പോകുന്ന സാഹചര്യം ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. പരിസ്ഥിതികൾ ഹല്ലേലൂയ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ മുക്കിക്കളയുന്നതായിരിക്കാം. എന്നാൽ മുങ്ങിപ്പോകാനിട വരാതെ വണ്ണം മുക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് ഹല്ലേലൂയ നീട്ടിയ കരം ഹല്ലേലൂയ നമ്മുടെ കരങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് നമ്മെ എത്ര ആഴത്തിലാണോ ആ ആഴത്തിൽ നിന്ന് കരകയറ്റുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ ആഴത്തിൽ നിന്ന് കരകയറ്റി ഹല്ലേലൂയ നമ്മെ എവിടെയാണ് ഇരുത്തേണ്ടത് അവിടേക്ക് ഇരുത്തുന്ന ദൈവം. നഷ്ടങ്ങൾ കൊണ്ടുവരുന്ന ദൈവമല്ല. ഹല്ലേലൂയ സകല നഷ്ടത്തെയും ലാഭമാക്കിക്കൊണ്ട് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ അടുത്തത് ബലമുള്ള ഭുജം. സ്തോത്രം ഹല്ലേലൂയ യഹോവയുടെ കരത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് അത് ബലമുള്ള ഭുജമാണ്. സ്തോത്രം ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങളിൽ പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. സ്തോത്രം ഇസ്രായേൽ ജനം പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. സ്തോത്രം ഹല്ലേലൂയ നിലവിളിച്ചപ്പോൾ ഞങ്ങളുടെ നിലവിളി ദൈവം കേട്ടു. ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. സ്തോത്രം ഇസ്രായേൽ മക്കളുടെ നിലവിളിയും കഷ്ടതയും പ്രയാസവും കണ്ടു എങ്കിൽ അത് പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമം നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കഷ്ടതയും ഞെരുക്കവും കാണുന്ന ദൈവമാണ്. സ്തോത്രം പ്രയാസവും കാണുന്ന ദൈവമാണ്. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് എപ്രകാരമാണ് പുറവിച്ചത്? ഹല്ലേലൂയ യഹോവ ഞാനാകുന്നുവെന്ന് പറഞ്ഞ കർത്താവ് ബലമുള്ള കയ്യാൽ സ്തോത്രം ഹല്ലേലൂയ ബലമുള്ള കരം ഹല്ലേലൂയ അവിടെ പ്രവർത്തിക്കുകയാണ്. എന്ത് നീട്ടിയ ഭുജത്താലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ബലമുള്ള കരവും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ 10 ബാധകൾ അയച്ചു. സ്തോത്രം ഹല്ലേലൂയ കടിഞ്ഞൂൽ സംഹാരം ഹല്ലേലൂയ ദേശത്തെല്ലാം ഒരു കരച്ചിലിന് വിലാപത്തിന് കാരണമായി തീർന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് അത് പുറപ്പാടിന് ഹല്ലേലൂയ സന്തോഷത്തിന് കാരണമാക്കി തീർത്തു. സ്തോത്രം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ സന്തോഷിക്കത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? ഹല്ലേലൂയ
ഹല്ലേലൂയ നാം നിലവിളിക്കുവാൻ തയ്യാറാകണം. ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ അവരുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവയുടെ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാപ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് സാക്ഷ്യം പറയത്തക്ക നിലയിൽ ഹല്ലേലൂയ ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഹല്ലേലൂയ ദൈവം അവർക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് അവർ സാക്ഷ്യം പറയുന്നതായ ആ അവസ്ഥയിലേക്ക് അവരെ മാറ്റുവാനിടയായി തീർന്നു. ഒരു കാലത്ത് കഷ്ടത പ്രയാസം ഞെരുക്കമൊക്കെയും ഉണ്ടെങ്കിൽ അടുത്ത ഹല്ലേലൂയ കാലം ഹല്ലേലൂയ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സാക്ഷ്യം പറയത്തക്ക നിലയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാണ്. സ്തോത്രം. എപ്പോഴും ഒരുപോലെ ഇരിക്കയില്ല. ഹല്ലേലൂയ ഒരു നിലവിളി ഉണ്ടെങ്കിൽ, ഒരു സന്ധ്യ ഉണ്ടെങ്കിൽ, ഒരു പ്രഭാതമുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു പാർക്കുന്നു, പ്രഭാതത്തിലോ സന്തോഷ ഉഷസിക്കലോ ആനന്ദ ഘോഷത്താൽ നിറയ്ക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ ഒരു കാലം അവരുടെ കഷ്ടതയുടെ കാലമായിരുന്നുവെങ്കിൽ അടുത്ത കാലം ഒരു പുറപ്പാടിൻ്റെ കാലമാക്കി തീർത്തു. അവിടെ വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അടയാളങ്ങൾ ചെയ്തുകൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ കരം നീട്ടിക്കൊണ്ട് ഹല്ലേലൂയ പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശം. ഹല്ലേലൂയ സമ്പൽ സമൃദ്ധിയുടെ ദേശം, ഒന്നിനും കുറവില്ലാത്ത ദേശം, സന്തോഷിക്കത്തക്ക നിലവാരത്തിലേക്കുള്ള ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ അവർ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവരുടെ കഷ്ടതയെ കണ്ടു സങ്കടത്തെ കേട്ടു ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വിടുവിച്ച ദൈവം ഹല്ലേലൂയ എപ്രകാരമുള്ള ദേശമാണ്? ഒന്നിനും കുറവില്ലാത്ത ദേശം, സമ്പൽ സമർത്ഥമായ ദേശം. ഹല്ലേലൂയ അപ്രകാരമുള്ള ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയത്തക്ക നിലയിലെ സാക്ഷ്യമായി തീർന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിലും സാഹചര്യങ്ങളെ നോക്കി പറയുവാൻ നാം തയ്യാറാകണം. ഇന്ന് എൻ്റെ സാഹചര്യം ഇതാകുന്നുവെങ്കിൽ നാളെ എനിക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ, നാളെ ഈ അവസ്ഥയ്ക്ക് മാറ്റം തരുന്നവൻ ഹല്ലേലൂയ നാളെ എന്നെ ശക്തമായ നിലയിൽ ഉപയോഗിക്കുന്നവനാണ് എൻ്റെ ദൈവമെന്ന് നാമും പറയുവാൻ തയ്യാറാകണം. സ്തോത്രം. യെശയ്യാപ്രവചന 59-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം ചെവി മന്ദമായിട്ടില്ല. സ്തോത്രം. 2 തരത്തിലുള്ള, ഒന്ന് വീണ്ടെടുക്കുന്ന ഭുജത്തെപ്പറ്റി നാം കണ്ടു, 2 ഹല്ലേലൂയ ബലമുള്ള ഭുജത്തെപ്പറ്റി കൊണ്ട്, അടുത്തത് ബലപ്പെടുത്തുന്ന ഒരു ഭുജത്തെപ്പറ്റി നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 89-ാം സങ്കീർത്തന 20-21 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്: ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു, എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കെ, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ ദാവീദിനെ പറ്റി പറയുമ്പോൾ തൻ്റെ വീട്ടിലെ ഇളയ മകൻ ഹല്ലേലൂയ എല്ലാവരും തള്ളിക്കളഞ്ഞു, മാതാവും പിതാവും തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ ആടുകളുമായി ഹല്ലേലൂയ ആടിനെ മേയ്ക്കുന്ന ജോലി ഏറ്റെടുത്തുകൊണ്ട് വനാന്തരങ്ങളിൽ ഒറ്റയ്ക്ക് ഹല്ലേലൂയ കുറെ ആട്ടിൻ കൂട്ടത്തോടൊപ്പം പാർക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ അവിടെ ദാവീദിന് ആശ്രയമായിരുന്ന ദൈവം മാത്രമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സഹോദരന്മാരോ മാതാപിതാക്കൾക്കോ സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവനെ അഭിഷേകം ചെയ്യുകയാണ് രാജസ്ഥാനത്തേക്ക്. ഹല്ലേലൂയ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ രാജാവാകുമെന്ന് ആ പ്രതീക്ഷയില്ലാത്തതായ സാഹചര്യത്തിൽ അഭിഷേകം ചെയ്യുകയാണ്. സ്തോത്രം. തൻ്റെ മാതാപിതാക്കളോ തൻ്റെ സഹോദരന്മാരോ ദാവീദിനെ പറ്റി ഒരു ആട്ടിടയനായ ദാവീദിനെ പറ്റി ചിന്തിച്ചില്ല ദാവീദ് രാജാവാകുമെന്ന്. എന്നാൽ അല്ലെ ദൈവമായുള്ള ഒറ്റ ബന്ധത്തിൽ അല്ലെ തനിക്ക് കൊടുത്തതായ ആ ജോലി ഹല്ലേലൂയ ആടിനെ മേയ്ക്കുക എന്ന ജോലി നന്നായി ചെയ്തതിനാൽ, നഷ്ടമൊന്നും വരുത്താതെ രാവും പകലും അതിനെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം തന്നെ അഭിഷേകം ചെയ്യുകയാണ്. സ്തോത്രം.
അവൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. മനുഷ്യർ സഹായിപ്പാനില്ലാത്ത സാഹചര്യത്തിൽ ബലപ്പെടുത്തുന്ന ഒരു ഭുജമായി ദാവീദിനോടൊപ്പം എപ്പോഴും ദൈവമുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരായിട്ട് ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ ഭയപ്പെടുന്നതായ വേളയിൽ ബലപ്പെടുത്തുന്ന ദൈവമായി ദാവീദിന് അവിടെ കൂടെയിരുന്നു. അപകടങ്ങൾ പതിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ ദൈവം സ്ഥിരമായ ഒരു കരമായിട്ട് അവനോട് കൂടെ എപ്പോഴും ഇരിക്കുന്ന ദൈവമായി, വിട്ടുമാറാത്ത ദൈവമായി, എപ്പോഴും കാവലിനായി സുരക്ഷയ്ക്കായി ദൈവം കൂടെ ഇരുന്ന് പരിപാലിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 89 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. സ്തോത്രം. കണ്ടെത്തി. ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. കണ്ടെത്തി അഭിഷേകം ചെയ്യുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിനായി ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ഓരോ മക്കളെ വിളിച്ചു. ഹല്ലേലൂയ. അവരാരെയും അഭിഷേകം ചെയ്തില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനുണ്ട്, അവൻ വനാന്തരത്തിൽ ആളുകളെ മേയ്ക്കുന്നുവെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പ്രവാചകൻ പറയുകയാണ്, അഭിഷിക്തൻ പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ബലമുള്ളവർ, മിടുക്കരായവർ, ശ്രേഷ്ഠരായവർ, ശക്തരായവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആർക്കും വേണ്ട എന്ന് വിധി എഴുതിയ ദാവീദിനെ സ്തോത്രം ഹല്ലേലൂയ കൂട്ടിവരുത്തി. എവിടുന്ന്? വനാന്തരത്തിൽ നിന്ന് വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് മിടുക്കന്മാരെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ, ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ വെച്ച് അഭിഷേകം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവമായുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ പുറമേ ഉള്ളതിനെയല്ല ദൈവം അറിയുന്നത്, നമ്മുടെ അകമേ ഉള്ളതിനെയാണ് ദൈവം അറിയുന്നത്. ഹല്ലേലൂയ. നാമം ദൈവമായുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് എപ്പോഴും ഹല്ലേലൂയ ചേർന്നിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കണ്ടെത്തി അഭിഷേകം ചെയ്യുന്ന ഒരു സാന്നിധ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ കൊതിക്കുന്നു ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ കണ്ടെത്തി മറ്റുള്ളവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ കണ്ടെത്തി അഭിഷേകം ചെയ്യുന്ന ദൈവം. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തുന്ന ഒരു ഭുജമായി വെളിപ്പെട്ട് വരും. ഇന്ന് ബലഹീനാവസ്ഥയാണോ? ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ബലഹീനതയുടെ അവസ്ഥ, കഷ്ടതയുടെ അവസ്ഥ, ഹല്ലേലൂയ ഒറ്റപ്പെട്ട അവസ്ഥ, ഹല്ലേലൂയ എൻ്റെ അവസ്ഥ ആരും അറിയുന്നില്ലല്ലോ എന്ന ഭാരമുള്ള അവസ്ഥ, ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന അവസ്ഥ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യും? ഹല്ലേലൂയ വനാന്തരം പോലെയുള്ള ഹല്ലേലൂയ സാഹചര്യങ്ങൾ, ഹല്ലേലൂയ ആരുമില്ലാത്തതായ അനുഭവങ്ങൾ, ഭയമുളവാക്കുന്ന വേളകൾ, സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു കരം സ്ഥിരപ്പെടുത്തുന്ന ഒരു കരം സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഭയപ്പെടേണ്ട, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു പോകേണ്ട, ലജ്ജിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആശ്വാസമായി കടന്നു വന്ന് ബലപ്പെടുത്തുന്ന ഒരു കരം. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ ഭാരപ്പെടേണ്ട, ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ താങ്ങും തണലുമായി ആശ്വാസമായി വെളിപ്പെട്ടു വരും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഒറ്റയ്ക്കെന്നുള്ള ഹല്ലേലൂയ ആ ചിന്ത വിട്ടിട്ട് എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട്, എന്നെ കൈപിടിച്ച് നടത്തുവാൻ അവൻ സർവശക്തനാണ്. നാം ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ജയം നേടുന്ന ഒരു ഭുജം കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 98 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവനെ ജയം നൽകിയിരിക്കുന്നു. സ്തോത്രം. നാം പാട്ട് പാടണം. കാരണം എന്തേ? അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ സാഹചര്യത്തെ നോക്കി ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു, നാളെ അത് വെളിപ്പെട്ടു വരും. എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം തന്നിരിക്കുന്നു, എൻ്റെ വിഷയത്തിന് പരിഹാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നാം സന്തോഷിക്കുന്നവരായി തീരണം. പാട്ട് പാടണമെങ്കിൽ സന്തോഷമുണ്ടാകണം.
ഉണ്ടാകണം. സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ പാട്ട് പാടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുകയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ഞാനാകുന്നവൻ, ഞാനാകുന്നു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ശക്തനായവൻ. എവിടെ, എങ്ങനെ എന്നറിയില്ല, എന്നാൽ പ്രവർത്തിക്കുന്നവൻ. ആർ പ്രവർത്തിക്കും എന്നറിയില്ല, എന്നാൽ പ്രവർത്തിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവൃത്തി ശക്തിമാൻ. ആ കരം, ഹല്ലേലൂയ, അവൻ്റെ വലം കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നൽകിയിരിക്കുന്നു. സ്തോത്രം. ജയം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജയം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. ദൈവത്തിന് വേണ്ടി നാം പാട്ട് പാടുന്നവരാകണം. ഹല്ലേലൂയ. നമ്മുടെ ആ സാഹചര്യങ്ങളെ നോക്കി ദുഃഖിക്കുന്നവരായി തീരുവാനിടയാകാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാകണം. സ്തോത്രം. 1 വീണ്ടെടുക്കുന്ന ഭുജം, 2 ബലമുള്ള ഭുജം, 3 ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ഭുജം, 4 ജയം നേടുന്ന ഭുജം. ഹല്ലേലൂയ. അനവധി ദൈവത്തിൻ്റെ കരത്തെപ്പറ്റി പറയുമ്പോൾ അനവധി പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് അത് വിടുവിക്കുന്ന വീണ്ടെടുക്കുന്ന ഭുജമായി വെളിപ്പെടുത്തിയെങ്കിൽ ദാവീദിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ അഭിഷേകം ചെയ്യുന്ന, എവിടുന്ന് വനാന്തരത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് അവനെ ബലപ്പെടുത്തി സ്ഥിരമാക്കുന്ന രാജാവായിട്ട് സ്ഥിരമാക്കുന്ന ഒരു കരമായി വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാണോ, ഹല്ലേലൂയ നിത്യതയ്ക്കായി നമ്മെ ഒരുക്കിക്കൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കരം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ തന്നുകൊണ്ട് ഹല്ലേലൂയ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി ജയം നൽകുന്ന ദൈവമാണ്. സ്തോത്ര. ഇന്ന് തോൽവിയാണോ ജീവിതത്തിലുള്ളത്? ഹല്ലേലൂയ. നിരാശയും കഷ്ടതയുമാണോ ഉള്ളത്? അതിൻ്റെ മധ്യത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ജയം നൽകി ഹല്ലേലൂയ ജയത്തിൻ്റെ ഉത്സവത്താൽ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ വഴി നടത്തുന്ന ദൈവമാണ്. നാം വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. ഹല്ലേലൂയ. ആ കരം പ്രവർത്തിക്കുന്ന കരമാണ്. ദൈവത്തിൻ്റെ കാത് മന്ദമായിട്ടില്ല. കേൾപ്പാൻ കഴിയാതവണ്ണം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം ഒന്ന് മൽപ്പിടുത്തം പിടിക്കുവാൻ തയ്യാറാകണം. നാം നിലവിളിക്കുവാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുകയുള്ളൂ. സ്തോത്രം. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, വൈകിയ സമയത്ത് കർത്തൃപാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അല്പസമയം കർത്താവ് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ കൃപ ചെയ്തല്ലോ. വചനം കേട്ട എല്ലാ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ദൈവം ആരെന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ജനത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ട് വരണം. രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. വിടുതലുകൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ദൈവമായുള്ള ബന്ധത്തിൽ മുന്നേറുവാൻ കൃപ ചുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പേജിനെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹല്ലേലൂയ. ബലപ്പെടുത്തുന്ന കരത്തിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. വീണ്ടെടുക്കുന്ന ഭുജത്തിൽ ആശ്രയിക്കാം. ജയം നൽകുന്ന കരത്തിൽ ആശ്രയിക്കാം. ആ കരം നമ്മെ ഹല്ലേലൂയ വഴി നടത്തുന്ന കരമാണ്. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്. ആ കരങ്ങൾ താണിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.